എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡലി ഒന്ന് ഒഴിച്ച് നോക്കിയുണ്ടേ അത്ര അങ്ങോട്ട് പൊളിച്ച് വന്നിട്ടില്ല. എന്നാൽ നേരത്തെ ഞാൻ അരച്ച് വെച്ചതുമാണ്. ഇപ്പോൾ ഇവിടെ ഇത്തിരി തണുപ്പായല്ലേ, അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ച് കൊച്ചിന് കൊടുക്കാനുള്ള മസാല ഇഡലി ഉണ്ടാക്കിയിട്ട്, മസാല ഇഡലിക്ക് ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് വേണമെന്നില്ല. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഇഡലി പാത്രത്തിലെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു മണിക്കൂറോളം ഒന്ന് ഇറക്കി വെച്ചിട്ട് പിന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒത്തിരി അങ്ങ് പിന്നെ കട്ടിയായിട്ടുള്ള നല്ല രീതിയിലല്ല. മസാല ഇഡലിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കൊച്ചിന് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഒത്തിരി കഴിഞ്ഞാണ് ബാക്കിയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ പുളിച്ച് നന്നായിട്ട് വന്നായിരുന്നു. അപ്പോൾ ചായയൊക്കെ റെഡി ആയിരുന്നു. ചായയൊക്കെ എടുത്ത് അപ്പം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അയല കുഞ്ഞായിരുന്നു, അതൊന്ന് വെട്ടിയെടുക്കട്ടെ, മുളകിട്ട് മീൻ കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇച്ചിരി കപ്പയുണ്ടായിരുന്നു, അതരിഞ്ഞ് അവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടേ. അപ്പോൾ മീനൊക്കെ വെട്ടിയെടുത്തു, ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്നിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തില്ലേ, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് മുളക് പൊടി ചേർത്തത്. എന്നിട്ട് ആ പൊടികളെല്ലാം ഒന്ന് ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ പൊടികൾ ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ഉലുവാപ്പൊടി എല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ മീനും പറക്കിയിട്ടിട്ടുണ്ട്. അതവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. കപ്പ ഞാനൊന്ന് ഊറ്റിയായിരുന്നു. എന്നിട്ട് അതിൽ രണ്ട് ഊറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് അരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി നേരം അതൊന്ന് അവിടെ ആവിയിൽ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആവിയിലിട്ടതിന് ശേഷം പിന്നെ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കപ്പയൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ബീൻസൊക്കെ അരിഞ്ഞായിരുന്നു, അതുകൂടെ ഒന്ന് അടപ്പത്തിട്ടിട്ടുണ്ട് തോരന് വേണ്ടി. മീൻകറിയൊക്കെ ഒന്ന് വറ്റി വന്നായിരുന്നു. ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് കപ്പയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചോറുകൂടെ വേണം. അല്ലാതെ കപ്പ മാത്രമായിട്ട് കഴിക്കുന്നതിനേക്കായി എനിക്ക് ഇച്ചിരി ചോറും ഇച്ചിരി കപ്പയും കൂടെ ഇട്ട് ഇളക്കി കഴിക്കുന്നത് ഇഷ്ടം. അപ്പം ഞാൻ ഇച്ചിരി കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കപ്പ കണ്ടാൽ പിന്നെ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഉടനെ കഴിച്ചിരിക്കണം. അതേസമയം കപ്പ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും ചോറ് കഴിക്കത്തില്ല, പോയി അകത്തിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കത്തുള്ളായിരുന്നു. അപ്പം ഞാൻ സമാധാനത്തിലൊന്ന് പോയി കപ്പയും മീനും ചോറൂടൊക്കെ ഇട്ടെന്ന് പിന്നെ മോരും ഒന്നും എടുക്കുന്നില്ല, കപ്പയും മീൻകറി മാത്രം മതി, ചോറും. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.